അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല, ഇത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത്രയും ഉപവസിക്കുന്നു, ഇത്രയും ആരാധിക്കുന്നു, ഇത്രയും കർത്താവിനോട് നിൽക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ വിഷയങ്ങൾ മാറുന്നില്ല, രോഗം മാറുന്നില്ല, എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം മാറുന്നില്ല, എൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നം, എൻ്റെ ഷുഗർ മാറുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? കർത്താവെ, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി നിൽക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ രോഗിയാണല്ലോ ചോദിക്കാറില്ലേ? ദൈവത്തോട് പിറുപിറുക്കാറില്ലേ? പ്രിയരെ, ഞാൻ ആത്മാവി പറയാം, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാത്. കാരണം നിനക്കൊരു ബലഹീനത ഇട്ട് തന്നേക്കുന്ന എന്തിനറിയാവോ? നീ നെകളിക്കരുത്. നെകളിച്ചാലുള്ള കുഴപ്പം എന്താ അറിയാമോ? പണ്ട് ലൂസിഫറിന് പറ്റിയത് നിനക്ക് വരും. പൗലോസേ, നീ നെകളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെട്ടു. കാരണം ലൂസിഫർ നെകളിച്ചപ്പോഴാണ് എന്ത് ചെയ്ത്? വെട്ടേറ്റത്. പിന്നെ അവൻ നരകത്തിലാ വീണേ. ആ ദൂതനെ വെട്ടിയ ദൈവം പൗലോസിന് വേറൊരു നിയമം വെച്ചിട്ടില്ല. അങ്ങനാണെങ്കിൽ ദൂതനൊരു നിയമം, പൗലോസിനൊരു നിയമം, എനിക്കൊരു നിയമം, 3 നിയമമില്ല. ദൈവം ഒറ്റ നിയമത്തിൽ നിൽക്കുന്നവനാ. ഒറ്റ തീരുമാനം, ഒറ്റ വാക്ക്. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിച്ച കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങളും, ചിലപ്പോൾ കടഭാരമാകാം, ചിലപ്പോൾ വേദനയാകാം, മറ്റെന്തെങ്കിലും ആകാം. നീ കർത്താവിന്റെ കൃപയിൽ നിന്നിട്ടും അത് പിന്മാറി, അത് മാറി നിന്നെ അതിനകത്തുനിന്ന് റിലീസാകാൻ പറ്റാതെ വരുന്നെങ്കിൽ അത് പോരാട്ടമോ ബന്ധനമോ പിശാചിന്റെ പദ്ധതിയൊന്നും അല്ല പ്രിയരെ. നീ വീണു പോകാതെ ഇരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, നിത്യതയിൽ നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവമായിട്ട് നിനക്ക് തന്നിരിക്കുന്ന ഒരു ശൂലമാണെന്നുള്ള കാര്യം ഓർത്ത്. സമ്പത്ത് വർദ്ധിച്ചാലും, പണം വർദ്ധിച്ചാലും, ബാങ്ക് ബാലൻസ് വർദ്ധിച്ചാലും, മക്കൾ അയച്ചു തരുന്നതും ജോലിയിൽ കിട്ടുന്നതും ഒക്കെ നിങ്ങളുടെ കയ്യിൽ അധികമായാലും നെകളിച്ചു പോകാതിരിക്കാൻ